ഇതിൻ്റെ അകത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉണ്ടായിരിക്കുന്നത് ഒരു പാർട്ടിസൺ ആറ്റിറ്റ്യൂഡാണ്. കാരണം ഞങ്ങൾ എന്താ പറയുക, ചട്ടം ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ചട്ടലംഘനം നടന്നില്ല എന്നാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ചട്ടലംഘനം നടന്നതായി ഇവർ യാതൊരു നടപടിയെടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയുടെ ഇൻ്ററിം ഓർഡറാണ് എന്നെ പേഴ്സണൽ ഹിയർ ചെയ്യുന്നത്. എന്നെ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് ഹിയർ ചെയ്തു. 2 ദിവസം തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. എനിക്കിതുവരെ യാതൊരു അറിയിപ്പും കിട്ടിയില്ല. ഇതൊരു ക്വാസി ജുഡീഷ്യൽ ഓർഡറാണല്ലോ, അതിന് ഗ്രൗണ്ട് വേണം. അത് പരാതിക്കാരന് കോപ്പി തരണം. ഒന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഗ്രൗണ്ട് എന്താണ് ഗ്രൗണ്ട്? ഞങ്ങൾ പറഞ്ഞത്, എൻ്റെ ഹിയറിങ്ങിന് ഞാൻ പറഞ്ഞത് ചട്ടം ലംഘിച്ചിരിക്കുന്നു. അപ്പം അവിടെ നടന്നത് ചട്ടലംഘനമല്ലേ? അല്ല, ചട്ടം സംരക്ഷിക്കണമാണ് നടന്നത്. അത് വ്യക്തമാക്കണ്ടേ? ഒരു ഇൻ്ററിം ഓർഡർ, കോടതിയുടെ ഇൻ്ററിം ഓർഡറുമായി തുടർച്ചയായി നടന്ന കാര്യത്തിൽ പുറപ്പെടുവിച്ച ക്വാസി ജുഡീഷ്യൽ ഓർഡറിൽ യാതൊരു ഗ്രൗണ്ടും പറഞ്ഞിട്ടില്ല, പരാതിക്കാരന് കോപ്പിയും കൊടുത്തിട്ടില്ല. ഇവിടെ ചോദ്യം ചട്ടലംഘനം നടന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നു, സ്ട്രോങ് റൂമിൻ്റെ അടുത്ത് മെറ്റീരിയൽ സ്ഥാപിക്കാമോ? ഇന്നർ പെരിമീറ്ററിനകത്ത് അനുമതിയില്ലാത്ത ഉദ്യോഗസ്ഥർ കടക്കാമോ? ഇത് രണ്ടും ഒന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും ഇത് ഇൻ്ററിം ഓർഡറാണ്. ജൂൺ 3 കേസ് വെച്ചിട്ടുണ്ട്. കേസ് ഡിസ്പോസ്ഡ് അല്ല. ഒരുപക്ഷേ മറ്റന്നാൾ നടക്കുന്ന കൗണ്ടിങ്ങിൻ്റെ ഉത്തരവാദിത്വമൊന്നും ഇലക്ഷൻ കമ്മീഷൻ മാറ്റുണ്ടാവില്ല. പക്ഷേ അവരെ പ്രോസിക്യൂട്ട് നടപടിയുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകും. അത് എത്ര ഗുരുതരമാണ്. അതായത് ഒരു ഭിത്തി മാത്രം അകലമുള്ള തൊട്ടപ്പുറത്ത മുറിയിൽ ഇലക്ട്രോണിക്സ് ഡിവൈസ് ഉപയോഗിച്ച് 3 മണിക്കൂർ നേരം ചെലവഴിച്ചത്. അതിനേക്കാളൊക്കെ ഉപരിയല്ലേ ഇന്നർ പെരിമീറ്ററിനകത്ത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർക്ക് പ്രവേശിക്കാമോ അല്ലയോ? അതിനുത്തരം തരണ്ടേ? ഇന്നർ പെരിമീറ്ററിനകത്ത് മെറ്റീരിയൽ റൂം സ്ഥാപിക്കാമോ? അതിനുത്തരം തരണ്ടേ? അതിനൊന്നും ഉത്തരം തരാതെ ചട്ടലംഘനം നടന്നില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം വരികയും ആ പ്രഖ്യാപനം ഇലക്ഷൻ കമ്മീഷണർക്ക് വേണ്ടി ഇവിടെ വെച്ച് കളക്ടർ പ്രഖ്യാപിച്ചത് ഞാൻ പറഞ്ഞല്ലോ, തികച്ചും പാർട്ടിസൺ ആറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമാണ്. ഉറപ്പായിട്ടും ജൂൺ 3 കേസ് വെച്ചിട്ടുണ്ടല്ലോ. കേസ് ജൂൺ 3 വെച്ചിട്ടുണ്ട്. അതുമായി മുന്നോട്ട് പോകും. അതെ, ഒരു ഭാഗം മാത്രം കേട്ടിട്ടുള്ള നടപടി. അതല്ല പറയുക പാർട്ടിസൺ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്. ഹിയറിങ്ങിന് വിളിച്ചിരുന്നു. 8 മിനിറ്റ് നേരം എന്നോട് ഹിയർ ചെയ്താണ്. എന്നോട് എല്ലാ പരാതികളും വീണ്ടും ചോദിച്ചു. എല്ലാം നോക്കാമെന്ന് പറഞ്ഞു. എനിക്കിപ്പോഴുള്ളൂ, ചട്ടലംഘനം നടന്നിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം ബാക്കിയല്ലേ. സ്ട്രോങ് റൂമിൻ്റെ അടുത്ത് മെറ്റീരിയൽ റൂം താമസിച്ച നടപടി ചട്ടമാണോ? അതല്ലെങ്കിൽ ഇന്നർ പെരിമീറ്ററിനകത്ത് സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരൻ പ്രവേശിച്ചത് ചട്ടലംഘനമല്ലേ? ഇതിന് ഉത്തരം പറയാത്തിടത്തോളം കാലം ഈ നടപടിയും ഞങ്ങൾ മുന്നോട്ട്